ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഇടുക്കിയിൽ കൊളമാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൊളമാവ് ഗ്രീൻബർഗ് റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതെ, നമ്മളിപ്പോ ഗ്രീൻബർഗിന്റെ ഒരു വ്യൂ പോയിന്റിലാണ് ഉള്ളത്. അതായത് ഞങ്ങൾ ട്രക്കിംഗ് കയറി കണ്ട് നല്ല അടിപൊളി വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ച നമ്മൾ ആദ്യം തന്നെ കാട്ടി തരാം. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമയം 10 മണിയായി. 11 മണി ആകാനായി. 11 മണിയല്ല, 10 മണി കറക്റ്റാ. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ട് ഗായ്സ്, നല്ല അടി താഴ്ചയുണ്ട്. നല്ല അടി എല്ലാരും ഉണ്ട്. ഇമ്മയും ഷാനും മാത്രമല്ല കയറത്തുള്ളൂ. നമ്മളൊരു മലന്റെ മുകളിലാണ് നിക്കണത്. കുറച്ച് നടന്നാൽ മതി, പക്ഷെ 10 മിനിറ്റ് നടക്കാനുള്ള ട്രക്കിംഗ് കിട്ടും. ക്ലൈമറ്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇറങ്ങട്ടെ. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും അഡ്വഞ്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ വരണം. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം വന്നതാണല്ലോ ബാബു, വീട് ഒട്ടിക്കണമെന്നാണ് തോന്നുന്നത്. അന്നത്തേനെക്കാട്ടി അടിപൊളി ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഗൈസ്, ഇന്നത്തെ ഇവിടുത്തെ എൻജോയ്മെന്റ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ആ റെഡിയോൻ എന്താ ഒരു ക്യാമറമാനോ എടുക്കും, മാപ്പിള വെച്ചൊരു ക്യാമറമാൻ ആക്കല. ഭാര്യക്ക് എപ്പോഴും വയ്യാണ്. അങ്ങനെ ഗായ്സ്, നമ്മൾ ഇതാ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. വന്ന അപ്പോൾ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അപ്പം ഇതാണ് കേട്ടോ സംഭവം. എല്ലാവരും ഉണ്ട്. നമ്മൾ നല്ല ഭംഗിയിലെടുത്ത് ഞാൻ ഓരൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ബിന്ദിയാണ് സുധാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗായ്സ്, ഇന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളാണ്. നമ്മൾ കുറേ ആയിപ്പോൾ എന്താ പറയുക, അന്ന് വന്നതിന് നമ്മൾ ഇതിന് മുന്നേ പ്രാവശ്യം വന്നതാണ് ഗ്രീൻബർഗിൽ. അപ്പോൾ പറഞ്ഞാണ് എല്ലാവർക്കും കൂടി ഒന്ന് വരണം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നു. എന്തായാലും ഗായ്സ് നമ്മളെത്തി. അതെ, എനർജി കൂടി. നല്ല കോടയാണ് ഗൈസ്. ടൈം ഇപ്പോൾ 10 മണി. 10 മണിയല്ല, 9:30. ഒരു ട്രിപ്പ് നിന്നിട്ട് പോരായിട്ട് പിന്നെയുണ്ട് മല മാറിയിട്ടുണ്ട്. നടക്കാനല്ല ഗായ്സ്, ഇപ്പൊ 9:30 സമയമാണ് കേട്ടോ. ഫുള്ള് കോടയില്ല ബാപ്പു, ഫുള്ള് കോട. ആംബിയൻസ് ഗായ്സ്, ഫുള്ള് കോട. കാണില്ലല്ലോ അങ്ങോട്ടൊന്നും. ഫുള്ള് ഗസ് ആൾക്കാരുണ്ട് കേട്ടോ. ഒന്ന് പറയണേ സഫാൻ, എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യം? അതെ, ഇത് 3-6 പോയി ചിലപ്പോ കിട്ടിയില്ല അറിയില്ല. എന്തേ നമ്മുടെ ഗ്രീൻബർഗ്. അതെ, അടിപൊളിയല്ലേ? പക്ഷെ ഞങ്ങൾ അന്ന് വന്നപ്പോ ഞങ്ങൾക്ക് ഈ ഒരു സീൻ കിട്ടിയില്ലേന്നടാ. അങ്ങനെ ഗായ്സ്, ഇതാ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഫുള്ള് കോടയാണ് കേട്ടോ. ദിൽഷാനൊക്കെ അന്ന് വന്നപ്പോ വല്ലതില്ലേന്ന്, ഒന്ന് ഫുൾ ആക്റ്റീവാണ് ആള്. നിങ്ങളുണ്ട് 2026 പഴയ മോഡല് ബെൻസാണ് ഈ നിക്കണത്. ഇതാ ഈ നിക്കണത്, ഇതാ ഈ നിക്കണത്. ഇങ്ങോട്ടൊക്കെ ഇതാ 90s കിട്ടാ അല്ലല്ലോ, 2K കിട്ടല്ലേ? ഇവിടെ നോക്ക്. എന്നിട്ടും ഇത് ഈ 90s കിട്ടിന്റെ പോലെയാണ്. ഒരു അപ്ഡേഷനും ഇല്ല എൻ്റെ കയ്യില്. ഇതാണ് പുതിയ കിഡ്, ഫുള്ള് ന്യൂ ജെൻ. അച്ചുവിൻ്റെ ഹെയർ സ്റ്റൈലിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഗൈസ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഒന്ന് ഒരു പോസ്റ്റ് ഇട്ട് കൊടുത്ത സീനോ, ഒരു പോസ്റ്റ് ഇട്. 2000 മോഡൽ ബെനലി, 1800 മോഡൽ അംബാസഡർ, 2000 മോഡൽ ടാറ്റ സുമോ. അപ്പം എന്താ പറയുക, നമുക്ക് ട്രക്കിംഗ് ഒക്കെ പോകണം. അപ്പം നല്ല വൈബേ കയറാൻ അവിടെ പോയില്ലേ ആ വ്യൂ പോയിന്റിൽ. മൈലേജ് കൂടും. ഞങ്ങൾ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മൾ വന്ന ടൈമിൽ കോടയൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ അന്ന് കുറച്ച് അത്യാവശ്യം വെയിലുണ്ടായില്ലേ? നല്ല കോട, നല്ല ക്ലൈമറ്റാ. ഇത് നമ്മൾ വന്ന് ഇറങ്ങിയത് ഫുള്ള് കോട, റിസോർട്ട് ഫുള്ള്.
നോക്കുന്നുണ്ട്. പണ്ട് പ്രാമം തുടങ്ങിയത് ഈ മലമ്പന്നാണല്ലോ ബാബു. എന്തോ ലാസ്റ്റ് ആ പെണ്ണ് ബാബുവിനെ തേച്ചൊട്ടിച്ചു. നമ്മൾ മലമ എത്തിയിട്ടുണ്ട്. അവിടൊക്കെ നല്ല കോടുണ്ട്, നല്ല മൂടി കെട്ടി. മല എത്തില്ല, അത് പകുതി ആയിട്ടുള്ളൂ. മതി മതി, നമുക്ക് പേരോട് ഇത് മലയാണെന്നാണ് പറഞ്ഞു വിശ്വസിപ്പിച്ചത്. ഗായ്സ് ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഞാൻ അനസിനോട് ചോദിച്ചപ്പോ അനസ് അറിഞ്ഞ പെണ്ണുങ്ങൾക്ക് 64 ഓള് പറഞ്ഞ 69. ആ ശരി. ആ പിന്നെ ആ കുറച്ച് കുറച്ചാ പിന്നെ 69 പറഞ്ഞു. ഇപ്പൊ തീരുമാനം പോടാ. മരഡോൺ എന്നല്ല, മോഹൻലാലിന്റെ വേറെ ഏതോ സിനിമയാണ്. ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മൾ ആ വ്യൂ പോയിന്റിൽ എത്തി ഗായ്സ്. ട്രക്കിങ്ങിന്റെ ലാസ്റ്റ് വ്യൂ പോയിന്റ് എത്തിട്ടോ. പക്ഷെ ഫുള്ള് കോടയായതുകൊണ്ട് താഴത്ത് കാണാൻ പറ്റുന്നില്ല. നല്ല അടിപൊളി കാറ്റും ഫുള്ള് കോട. ബാബു ഒരു സീനില്ലേ, നല്ല ക്ലൈമറ്റും. അതെ അതെ സംഗതി അടി കാണില്ലോ, കാണുന്നില്ല. ഫുള്ള് കോട. ഞങ്ങൾ ട്രക്കിങ് തിരിച്ചിറങ്ങാട്ടോ. ഇമ്മയും അവിടെ ടർഫുണ്ട്, കളെടുക്കുന്നുണ്ട്. റിസോർട്ട് അവിടെയാണ്, കാണുന്നില്ല. അവിടെ ഷെഡ് ഉണ്ടല്ലേ, കുറെ ലോങ്ങിലാട്ടോ. ഇമ്മയും ഷോനോടെ ഇരുന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്കുള്ള റൂം അവിടെ റെഡി ആയിക്കോട്ട് നിൽക്കണേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് വിചാരിച്ച റൂം ആവണേന് മുന്നേ ഇവിടെയുള്ള എല്ലാം നമ്മൾ കണ്ട് രസിക്കും. വരൂ. ബാബുവിന്റെ ബോള്, ഉരുളങ്ങനെ സഫാന്റെ ബോൾ ഇപ്പൊ കാണാം. അല്ലോ ഞാൻ പറഞ്ഞല്ലേ. സഫാനെ ഒരടിയെങ്കിലും അടിക്കണം പ്ലീസ്. ഒരടി, ഒരൊറ്റടി എന്റെ മാപ്പളിന്റെ ബോളിന്. ഇവിടെ ഒരു അപൂർവമായ കാഴ്ച. ചെറിയ വായമേൽ വലിയ കൊല. മേലക്ക് അത് മേലക്ക് അത് മേലക്ക് നമ്മളടുത്ത് കൊലക്ക് എന്താ താഴത്തേക്കല്ലേ. ഇവിടെ കാട്ടുവായ ഒന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാമിലെത്തിട്ടോ. കാട്, പശു, കലിപ്പ് മൂടി അടാറ സീന്. റൂമ് കയറുള്ള പരിപാടിയിലാട്ടോ. ചെക്ക് ഇന്നാ കയറി. ഞങ്ങൾ വന്നാൽ റൂം കുറച്ച് അടിക്ക് നടക്കാണ്ട്. അപ്പോൾ റൂമിൽ തന്നെ ഞങ്ങൾ കയറിയിട്ടില്ലേനു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാണ്ട് കയറാൻ റെഡിയായിരുന്നു. നമുക്ക് റൂമൊക്കെ കിട്ടി. ഇവിടെ നല്ല മഴയുണ്ട്. 2 മണി 2:00 ആയിട്ടുണ്ട്. പെരുമഴ, അതുപോലെ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും. എൻ്റെ മുടിയൊക്കെ ആകെ ചപ്പി ആകെ കിടന്നു. അപ്പോൾ എന്തായാലും എങ്ങനെ റൂം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ച് കിട്ടിയില്ല. ഫെബിയും സഫാൻ ബിന്ദിയും ഒക്കെ ഒരു ഏരിയയിലും ഇമ്മിയും നമ്മളൊരു ഏരിയയിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 റൂമില്ല, അങ്ങനത്തെ ഒരു പോലെയാണ് തന്നിട്ടുള്ളത്. അവിടെ ഉമ്മാൻ്റെ റൂമാണ്, ഇവിടെ ഞഞ്ചി ബാബുവിൻ്റെ റൂമാണ്. അപ്പോൾ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം.
റൂമൊക്കെ നല്ല റൂമാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത റൂമാണ്. ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് റൂം വരുന്നത്. ബാൽക്കണിയൊക്കെ ഉണ്ട്, നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന്. വാവ്, അടിപൊളി. ഇങ്ങനെയാണ് ബാൽക്കണി വ്യൂ വരുന്നത്. ടെറസിൻ്റെയും ബിന്നിൻ്റെയും റൂമും അതുപോലെ തന്നെ സഫാൻ ഫെബിൻ്റെ റൂമൊക്കെ നമ്മൾ കാണിച്ചു തരാം. സംബന്ധം നല്ല അടിപൊളി ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. നല്ല ഇഷ്ടപ്പെട്ടു. നൈസ് ബാൽക്കണി ഇമ്മാൻ്റെയിലും നമ്മളേലും മാത്രമേ ഉള്ളൂ കേട്ടോ. അവരുടെ ബാൽക്കണി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇമ്മാൻ്റെ റൂമൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇമ്മാൻ്റെ റൂം. ഗ്ലാസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇത് കബോർഡാണ് കേട്ടോ. ദിൽഷാന് കയറി കിടത്തുകയാണ്. ഇതുവരെ 3 ആൾ റൂമാണ് കേട്ടോ. പിന്നെ ഇത് ബാൽക്കണി. ഇതാണ് ഇവിടുത്തെ ഈ ഒരു ബാൽക്കണീൻ്റെ വ്യൂ. അടിപൊളി കേട്ടോ. ഇവിടെ വേറെ ഏതൊക്കെ ടീം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചുറ്റോടെ എടുക്കുന്നത്. ബർഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 70 ഏക്കറിലാണ് ഈ റിസോർട്ടൊക്കെ വരുന്നത്. ഒരുപാട് വില്ലാസും റൂംസും പല ടൈപ്പ് റൂംസും ഹട്ടുകളും 3 വില്ലാസ് അങ്ങനെ ഒരുപാട് 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 സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പൊന്നു മക്കളെ 2 മരം വാഴ കുട്ടികളെ പാർക്ക് വന്നിട്ട് കളിച്ചു നോക്കി. ഇതെന്താണ് പൊങ്ങത്ത്? ഫെബിന എന്തൊരു കുട്ടാ നിന്റെ മുഖത്ത്? എന്തിന് പോയോ? ഇപ്പൊ എന്തായാലും കാശ് നമ്മള് വൈകുന്നേരം ആയപ്പോ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാണ്ട് എല്ലാരും ഇറങ്ങിയാണ് കേട്ടോ. എനിക്ക് നല്ലൊരാളെ കിട്ടിയിരിക്കണത്. നല്ല രസമുണ്ടോ? ഇരിക്കിരിക്ക് പാജ് മക്കളെ ജീവൻ കൊണ്ട്. നമ്മളുടെ ഡിന്നറാണ്. എല്ലാതും ഉണ്ടല്ലേ സപ്പോട്ട, കാണാൻ ഭംഗി. ഫുഡിന്റെ സെക്ഷനിൽ വെറുതെ ഒരു വീഡിയോ കൊടുക്കാതെ വിചാരിച്ചിറങ്ങിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാണ്ട് വെള്ളരും ഇങ്ങനെ കുറച്ചിരുന്ന് നടന്ന് ഫുഡായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പുഡിങ്ങും ഉണ്ട്.